നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റിയാണ്, ഒരു പോട്ടാണ്, ചെടിച്ചട്ടി. അപ്പോൾ ഈ ചെടിച്ചട്ടി ഞാൻ ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ എൻ ടി എൻ ഷാനു വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വീഡിയോ കണ്ടത്. അത് കണ്ടപ്പോൾ അതിൻ്റെ വെറൈറ്റി, അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്ത് ഒരു പരീക്ഷണം നടത്തി നോക്കിയത്. ഈ ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇതിലെന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് 80% മണ്ണാണ്, നമ്മൾ തൊടുവിലെ മണ്ണാണ്, 20% മാത്രമേ സിമെൻറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇങ്ങനെയല്ല. അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരു ബോൾ ഉപയോഗിച്ചിട്ടാണ്, ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം, നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഞാൻ സാധാരണ ചെയ്യാറ് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലത്തെ ചട്ടി ചെയ്യാറ്, പ്ലാസ്റ്റിക് മോൾഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിലൊക്കെ സിമെൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അതേ മെത്തേഡ് ഒന്ന് ചേഞ്ച് ചെയ്തു എന്നുള്ളൂ. ഫസ്റ്റ് ലെയർ സിമെൻറ്റാണ്, സെക്കൻഡ് ലെയർ മണ്ണാണ്, തേർഡ് ലെയറും സിമെൻറ്റാണ്. ഇങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തുള്ളത്. കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ടാണ്. പിന്നെ നമുക്ക് സമയം ലാഭം, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ രണ്ടാമത് കോസ്റ്റും കുറവാണ്. ഏകദേശം 10 രൂപയുടെ താഴെയുള്ളൂ കോസ്റ്റ്. എന്നുവെച്ചാൽ നമുക്ക് മണ്ണാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഹാർഡായിട്ട്, അതായത് പരുക്കനായിട്ട് ഒക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലെയർ കനം കൂട്ടി കൊടുത്ത് ചെയ്യുക. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പോട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗ്രൗട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള സിമെൻറ്റ് എടുക്കാം. അതിനുശേഷം ഞാനിവിടുത്തെ പ്ലാസ്റ്റിക് പോട്ടിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് പുരട്ടി കൊടുക്കണം. നിങ്ങൾക്ക് എൻജിൻ ഓയിലോ, യൂസ്ഡായിട്ടുള്ള എൻജിൻ ഓയിലോ, കുക്കിംഗ് ഓയിലോ യൂസ് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഡിസൈൻസൊക്കെ ഉള്ള പോട്ടാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അതിന് ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ പിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമുക്ക് സിമെൻറ്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്, ലൂസ് ആവരുത്, ഒരു മീഡിയം ടൈറ്റ് വേണം. അതല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്ലൗ യൂസ് ചെയ്യുക. സിമെൻറ്റാണ്, പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ പോട്ടിൻ്റെ അകത്തോട്ട് ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് എല്ലാ ഭാഗത്തോട്ടും കവർ ചെയ്ത രൂപത്തിൽ, ഈ ചട്ടിയുടെ, അതായത് ഈ പോട്ടിൻ്റെ അകത്ത് എല്ലാ ഭാഗത്തോട്ടും കവർ ചെയ്ത രൂപത്തിൽ കറക്കി കൊടുക്കുക. മെല്ലെ കറക്കി കൊടുക്കാൻ പാടുള്ളൂ, ഓവറായിട്ട് സ്പീഡിൽ കറക്കി പോകരുത്. ഓക്കെ. കുറച്ച് പച്ച സിമെൻറ്റ് അകത്തോട്ട് തൂവി കൊടുക്കുക. ഇപ്പം നമ്മളെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ മണ്ണാണ്. കുറച്ച് നനവുള്ള മണ്ണാവണം, ഓവറായിട്ട് നനവ് പാടില്ല, ചെറിയൊരു നനവേ പാടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ ചെയ്യണത്, അതായത് ഇപ്പം ഞാനിതിൻ്റെ അടിയിൽ മണ്ണാണ് ഫില്ല് ചെയ്തത്. അപ്പോഴൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അടിഭാഗത്തോട്ട് സിമെൻറ്റ് തന്നെ യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് താങ്ങി നിർത്തേണ്ടത് അടിഭാഗമാണ്. നമ്മൾ ചെടി വെക്കുമ്പോൾ മണ്ണൊക്കെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് നമ്മൾ പൊക്കിയെടുക്കുമ്പോഴൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് സിമെൻ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ബാക്കി ഞാനിതുപോലെ ചെയ്യുക. ഇതിൻ്റെ ബോഡി നമ്മളിതുപോലെ മണ്ണ് വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇത് സാധാ തൊടിയിലെ മണ്ണാണ്. ഇതിനകത്തുള്ള കല്ലും കട്ടയും ഒന്നും നീക്കിയിട്ടില്ല, ഫിൽട്ടർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യുക, എങ്ങനെ യൂസ് ചെയ്യുക.
ഏകദേശമൊക്കെ ഫില്ലായിട്ടുണ്ട്. മണ്ണ് സെക്കൻഡ് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോഡിയുടെ പാർട്ട് ഫിനിഷായി. കയ്യിൽ വെള്ളം ഉപയോഗിച്ചിട്ട് അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയർ സിമൻറ്റ് ഗ്രൗട്ട്, അതേ സെയിം ഗ്രൗട്ട് തന്നെയാണ്. ആ കനത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ടോ തേർഡ് ലെയർ ചെയ്തെടുക്കാം. ഗ്രൗട്ട് ശ്രദ്ധിക്കുക, ഓവറായിട്ട് ലൂസായി പോകരുത്. ഇത് ചെയ്യുമ്പോൾ തേർഡ് ലെയർ ചെയ്യുമ്പോൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ തൊടിയിലെ മണ്ണായതുകൊണ്ട് തന്നെ കല്ലും കട്ടയൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ നമ്മൾ ഈ ഗ്രൗട്ട് തേർഡ് ലെയർ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊന്ന് ക്ഷമയോട് കൂടി ചെയ്യുക. മാക്സിമം നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഇതുണ്ടാക്കാൻ ശ്രമിക്കുക. ഏകദേശമൊക്കെ നമ്മുടെ തേർഡ് ലെയർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ സ്പോഞ്ച് വെച്ചിട്ട് ഒന്നും കൂടി ഫിനിഷ് ചെയ്ത് കൊടുക്കുക. സ്പോഞ്ചോ അതല്ലെങ്കിൽ നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിലും നന്നാവും. അതിനേക്കാൾ ബെറ്റർ എനിക്ക് സ്പോഞ്ചായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഏകദേശം നമ്മുടെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞു.
ഇനി നമുക്ക് ഡ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കാം. ഏകദേശം 48 മണിക്കൂറെങ്കിലും ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട്, ഉണങ്ങാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അപ്പോൾ അതുവരെ ക്ഷമിക്കുക. ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് മോൾഡിൻ്റെ ചട്ടീൻ്റെ അടിച്ചൊന്ന് നമ്മൾ കൈ കൊണ്ട് അടർത്തി കൊടുക്കുക. അതിനുശേഷം മെല്ലെ കമഴ്ത്തുക. തട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അത് റിമൂവ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മണയുടെ കളർ തന്നെയാണ് ഇതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്യുന്നത്. ഒരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാം. സ്പോഞ്ച് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും കവറായി കിട്ടും. ബ്രഷ് ആകുമ്പോൾ അത്ര പെട്ടെന്ന് ആവണമെന്നില്ല, 2 കോട്ട് 3 കോട്ടൊക്കെ നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് സിമൻറ്റോ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും ഉള്ള സിമൻറ്റൊക്കെ ഉപയോഗിച്ച്, മണ്ണെന്തായാലും നമ്മളെ വീട്ടിനകത്ത് തൊടിയിലുണ്ടാവും, അപ്പോൾ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ.